ഭഗവാൻ എണീക്കുക, എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യുക, ഇതൊക്കെ പറയുന്നു. ഭഗവാൻ എപ്പോഴെണീക്കും? ബ്രാഹ്മേ മുഹൂർത്തവുത്തായ വാരിപസ്പർശി മാധവ ദദ്യോപസന്നകരണം ആത്മാനം തമസത്പരം. ഭഗവാൻ അതിരാവിലെ എണീറ്റുകൊണ്ട്, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റുകൊണ്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി ഭഗവാൻ ധ്യാനം ചെയ്യും. എന്നിട്ടാണ് ഭഗവാന്റെ ജീവിതം ആരംഭിക്കുക. ആരെയാണ് ഭഗവാൻ ധ്യാനിക്കുക? ഏകം സ്വയം ജ്യോതിരനന്യമവ്യം സസംസ്ഥയാ നിത്യനിരസ്തകൽമഷം ബ്രഹ്മാക്യമസ്യോദ്ഭവനാശഹേതുവേ സ്വശക്തിവല്ലക്ഷിതഭാവനിർവൃതി അതാപ്ലുതോ മപ്സമലേ യഥാവിധി ക്രിയാകലാപം പരിതായ വാസസി ചകാരസന്ധ്യോപഗമാദി സത്തമോ ഹുദാനലോ ബ്രഹ്മജാപവാക്യത. ഭഗവാൻ രാവിലെ എണീറ്റിട്ട് ധ്യാനം ചെയ്യുന്നു എന്നാണ്. ആരെയാണ് ഭഗവാനെ അവിടുന്ന് ധ്യാനം ചെയ്യുന്നത്? ആത്മാ ഏക സ്വയം ജ്യോതി. തന്നെ ഈ ശരീരത്തെ ജ്യോതിസാക്കി നിലനിർത്തുന്ന, ചൈതന്യവത്താക്കി വെക്കുന്ന ആ ഭഗവത് ശക്തിയെ താൻ ധ്യാനം ചെയ്യുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭഗവാൻ കൃഷ്ണൻ എണീക്കുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്താണ്. എപ്പോഴാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്? എപ്പോഴാണത്? നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷമല്ല എന്നുള്ളത്, രാവിലെ തന്നെയാണെന്നുള്ളത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെന്നൊക്കെ നമുക്കറിയാം. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എപ്പോഴാണത്? നമ്മുടെ ജീവിതത്തിൽ എണീക്കേണ്ട സമയം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ബ്രഹ്മയാമത്തിൽ എണീക്കണം എന്നാണ്. ആ ബ്രഹ്മയാമത്തിൽ വരുന്നൊരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 48 മിനിറ്റിന് മുമ്പുള്ള സമയത്താണ് മുഹൂർത്തം എന്ന് പറയുന്നത്, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. 2:30 മണി മുതൽ ബ്രഹ്മയാമം ആരംഭിക്കുന്നതാണ്. ആരാണോ 2:30ക്കും 5:30ക്കൊക്കെ ഇടയിലുള്ള സമയത്ത് എണീറ്റ് ധ്യാനം അഭ്യസിക്കുന്നത്, അവർക്ക് എളുപ്പം ആത്മീയമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സ്വാമി ഞങ്ങളൊക്കെ എണീക്കും, ഒരു 3-3:30ക്ക് എണീക്കും. എന്നിട്ടോ ഭൂരിപക്ഷ ആളുകളും മൂത്രമൊഴിച്ച് അവിടെ തന്നെ പോയി കിടക്കുകയും ചെയ്യും. അതിന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്നില്ല, രാത്രി കിടന്നാലും രാത്രിയിലും മതി. അപ്പൊ ഇങ്ങനെ എണീക്കാനല്ല ഭാഗവതം പറയുന്നത്. രാവിലെ എണീറ്റ്, അതായത് ഒരു ബ്രഹ്മയാമത്തിലൊക്കെ എണീറ്റ് കൈയും കാലവും മുഖമൊക്കെ കഴുകി രാവിലെ തന്നെ ബഹളം വെക്കാനൊന്നും പോകരുത്. കുറച്ചു നേരം ഇരുന്ന് ധ്യാനം അഭ്യസിക്കണം. അതന്നെയാ സ്വാമി ഞങ്ങൾ ചെയ്യുക, കടന്നിട്ടേ ചെയ്യാറുള്ളൂ എന്ന് മാത്രം. അതിന് ധ്യാനം നല്ല തോന്നിവാസം എന്താ പറയുക. കുറച്ചു നേരം ഇരുന്ന് നിവർന്നൊക്കെ ഇരുന്ന്, നട്ടലുണ്ടെങ്കിൽ എന്നിട്ട് നിവർന്നൊക്കെ ഇരുന്ന് ഭഗവാൻ പറയും പറ്റിയാൽ പത്മാസനത്തിലിരിക്കണം എന്നാണ്. പക്ഷെ ഇന്ന് മിക്കവാറും ആളുകൾ പത്മാസനത്തിലിരുന്നാൽ പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അവരുടെ കാല് മാറ്റാൻ. കാരണം കാല് മടങ്ങിയാൽ പിന്നെ നിവരില്ല, നിവർന്നാൽ പിന്നെ മടങ്ങില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് ഭൂരിപക്ഷ ആളുകളും. അതുകൊണ്ട് പത്മാസനത്തിലൊന്നും ഇരിക്കാൻ പോകണ്ട, സുഖാസനത്തിലോ ഏതെങ്കിലും ഒരു ആസനത്തിലിരിക്കുക. ഉള്ള ആസനം പോകരുതെന്ന് മാത്രം. അങ്ങനെയൊക്കെ ഇരുന്ന് നിവർന്നിരുന്നിട്ട് കുറച്ചു നേരം രാവിലെ തന്നെ ധ്യാനം അഭ്യസിക്കുക. എന്തിനാ ധ്യാനിക്കേണ്ടത്? ഗുരുവായൂരപ്പ ഇന്ന് ഇഡ്ഡലിയാണോ ഉണ്ടാക്കേണ്ടത്, അതിനെക്കുറിച്ച് ധ്യാനിക്കണമല്ല. തന്നെ താനാക്കി തീർക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് നോക്കൂ. ഇവിടെ ഭഗവാന്റെ രൂപം പോലും ഇല്ലാത്തൊരു തത്വത്തെയാണ് ഭഗവാൻ കൃഷ്ണൻ ധ്യാനിക്കുന്നത്. നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തെ ധ്യാനിക്കാം. ഭഗവാൻ ആരെ ധ്യാനിക്കും? നമ്മൾ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നു, ശംഖചക്ര ഗദാധാരിയുടെ രൂപത്തെ. ആ ഭഗവാൻ ആരെ ധ്യാനിക്കും? ഭഗവാൻ പറയുന്നു തന്നെ താനാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യത്തെ താൻ ധ്യാനിക്കുന്നു. ഇപ്രകാരം ഭഗവാൻ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും അതേ സത്യത്തെ അല്പനേരമെങ്കിലും ധ്യാനിക്കണം. അതിന് പറ്റിയിട്ടില്ല എങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടെങ്കിലും കുറച്ചു നേരം ഒരു 108 പ്രാവശ്യമെങ്കിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ധ്യാനം അഭ്യസിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. ഏതായാലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതുകൊണ്ട് 3 പ്രയോജനമുണ്ട്. ഈ ബ്രഹ്മയാമത്തിലാണത്രേ നമ്മുടെ ശരീരത്തിൽ വളരെ സൂക്ഷ്മമായൊരു നാഡിയാണ്, ഒരു ഗ്രന്ഥിയാണ് സരസ്വതി നാഡി എന്ന് പറയുന്നത്. ഇട പിംഗള എന്ന 2 നാഡികളാണ് ഈ ശരീരത്തിന്റെ ചൂടും അതുപോലെ തന്നെ സിസ്റ്റങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിയെ ഉണർത്തുന്ന ഒരു നാഡിയാണ് സരസ്വതി നാഡി. ഈ നാഡി ഉണർന്ന് പ്രവർത്തിക്കുന്നത് 2:30 മുതലുള്ള സമയത്തിലാണ്.
ആ സമയത്ത് നിങ്ങൾ നോക്കൂ, തലേ ദിവസം നിങ്ങൾ എന്തെല്ലാം പണികൾ ബാക്കി വെച്ചിട്ടുണ്ടോ, മറന്നുപോയ കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മ വരും പുലർച്ചയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മിക്കവാറും ആളുകൾ ധ്യാനിക്കാനിരിക്കുമ്പോഴാണ് അവർ ബാക്കി വെച്ച പണികളൊക്കെ ഓർമ്മ വരും. ഞാൻ ഇന്നലെ ഒരാൾക്ക് ഫോൺ ചെയ്യാൻ വിചാരിച്ചിരുന്നു, അത് നടന്നിട്ടില്ലല്ലോ, ആ ഫോൺ നമ്പർ ഓർമ്മ വരും. അല്ലെങ്കിൽ ഇന്നലെ ആ സാധനം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കണേ മറന്നുപോയി, ഇനിയിപ്പോൾ അത് എടുത്തു വെക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ പലതും ആ സമയത്ത് ഓർമ്മ വരും. അതായത് നമ്മുടെ ബുദ്ധിശക്തി ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മറന്നതെല്ലാം നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നത്. ഇതാണ് ഒരു ഗുണം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു ക്യൂറേറ്റീവ് എൻസൈം ഉൽപ്പാദിപ്പിക്കേണ്ടത്രേ. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും രോഗങ്ങൾ മാറും എന്നതാണല്ലോ നാച്ചുറോപ്പതിയുടെ കണ്ടുപിടുത്തം. ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് പോലും മാറ്റിയെടുക്കാൻ പറ്റാത്ത പല രോഗങ്ങളും നാച്ചുറോപ്പതിയിലൂടെ മാറ്റിയെടുക്കുന്നുണ്ട് അവർ. സൂര്യന്റെ വെളിച്ചത്തിലിരുന്നിട്ടും കുമ്പളത്തിന്റെ നീര് കഴിച്ചിട്ടും മറ്റൊക്കെ രോഗങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ തന്നെ രോഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശക്തിയും സവിശേഷതകളും കണ്ടെത്തിയത് കൊണ്ടാണല്ലോ അതിൻ്റെ ഒരു ശക്തി നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഒരുതരം മെഡിസിൻ നമ്മളിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി ഉണരുന്നത് ഈ ബ്രഹ്മയാമത്തിൽ എണീക്കുമ്പോഴാണ്. മൂന്നാമത്, ആ സമയത്ത് എണീറ്റ് നാം മന്ത്രങ്ങളും ധ്യാനവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി വളരെ വളരെ ദൃഢമായിരിക്കും. അതുകൊണ്ട് പുലർച്ചെ എണീറ്റ് കുറച്ചുനേരം നാമവും മന്ത്രവും ചെല്ലുന്നവർക്ക് അൽഷീമിയ എന്നൊരു രോഗം ഒരിക്കലും വരില്ല. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ശാസ്ത്രീയമായിട്ട്, സയന്റിഫിക്കായിട്ട്. നിങ്ങളങ്ങനെ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കാണില്ല മന്ത്രങ്ങൾ ചൊല്ലിയ ഒരാള് ഓർമ്മയില്ലാതെ ഒരു കോമാ സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്ന് കിടക്കുന്നത് സാധ്യമല്ല എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ ശാരീരികവും മാനസികവുമായ ശക്തിയും ധൈര്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ടുപോയി. രാവിലെ തോന്നിയതുപോലെ എണീക്കും, എപ്പോഴാ സമയച്ചാൽ സൂര്യൻ ഉദിച്ചാൽ എണീക്കും, അല്ലെങ്കിൽ എണീക്കില്ല. ഇനി രണ്ടാമത് എപ്പോഴാ കിടന്നുറങ്ങാന്നുള്ള ഒക്കെ സീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഭൂരിപക്ഷ ആളുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ഒക്കെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്നുള്ളതൊക്കെ നമ്മളെ അവസ്ഥ അങ്ങനെ വരുന്നത്. 38 വയസ്സായാലും രാവിലത്തെ എണീറ്റ് വരികയാണ്, രാവിലെ തന്നെ കണ്ടാൽ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു ഉണർവില്ല. നോക്കുന്നു, നിങ്ങൾ വെക്കേഷൻ കാലമല്ലേ, ഓരോ വീട്ടിലും പോയി നോക്കൂ, ഒരു 8 മണി വരെ പോത്തുപോലെ കിടക്കുന്നത് കാണാം. അങ്ങനെ ആ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാ പിന്നെ കുട്ടികളെ നേരെയാക്കാൻ പോണത്? രാവിലെയൊക്കെ എണീറ്റ് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി രാത്രി നേരത്തെ കടത്തി ശീലിപ്പിച്ച്, അല്ല സ്വാമി സീരിയലൊക്കെ കഴിയുമ്പോഴേക്ക് 11 മണിയാവുന്നു. പിന്നെ ജീവിതം സീരിയലായിട്ട് തീരട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ കാണാതിരിക്കപ്പോൾ അവർക്ക് പറ്റുമോ? അപ്പൊ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് രോഗങ്ങൾ വന്ന് എവിടെ എത്തിയെന്ന് ലോകം നോക്കൂ. എത്രയോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണു, ജീവിത സൗകര്യം കൂടണു, എന്നിട്ട് രോഗങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇന്ന് സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്തോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇത്രയും സൈക്കാട്രിസ്റ്റുമാരുടെ അടുത്ത് എത്തുന്നത്. എന്തുകൊണ്ട്? അച്ഛനും അമ്മയും ആ രീതിയിലല്ല വളർത്തുന്നത്. നിങ്ങൾ നോക്കൂ, കൗൺസിലിംഗ് ചെയ്യുന്ന ലോയേഴ്സിന്റെ അടുത്ത് ഇവിടെ തന്നെ നിങ്ങൾക്കുണ്ട് ഇഷ്ടം മാതിരി. ഞാൻ പറഞ്ഞ ആളുകളെ ഏറ്റവും കൂടുതൽ ആരാണ് പ്രശ്നങ്ങളായിട്ട് എത്തുന്നത്? കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരാണ്. 10, 25, 27, 28, 30, 35 വയസ്സിന്റെ റേഞ്ചിലുള്ള ചെറുപ്പക്കാരാണ് ഓരോ ഫാമിലി പ്രശ്നങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട്? കുറെ പഠിച്ചിട്ടുണ്ട്, കുറെ എഡ്യൂക്കേഷൻ, ജോലിയുണ്ട്, പക്ഷെ സ്വന്തം ഫാമിലിയെ കൊണ്ടു നടക്കാനുള്ള അറിവും കഴിവുമില്ല. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എന്താ ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തത്? അവനവന്റെ ജീവിതത്തിലെ നിസ്സാര പ്രശ്നങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്? ഇതൊക്കെയാണ് ഭാഗവതത്തിന് ചോദിക്കാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലോ ബ്രഹ്മയാമത്തിലോ എണീറ്റ് ശീലിച്ചാൽ തന്നെ ഒരു രോഗങ്ങളും വരില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കൂടെ നോക്കൂ. നിങ്ങൾ മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 2:30-ക്ക് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഏരിയ അങ്ങനെയാണ്, അതിൻ്റെ ആ വൈബ്രേഷൻ അങ്ങനെയാണ് പറയാൻ. അവിടെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നോക്കൂ, എത്ര ഉണർവിൽ ഓജസ്സിലാണ് അവർ ജീവിക്കുന്നത്. ഒരു 2-3 മണിയാകുമ്പോഴേക്കും അമ്പലം ഉണർന്നു, ആളുകൾ അങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. ആ എനർജി അത്രയും ഉണർന്നിരിക്കുന്നു പറയാൻ. അതാണ് ഗുരുവായൂരപ്പന് ഇത്രയും തേജസ്സും ശക്തിയൊക്കെ വരുന്നത്. അല്ലാതെ ഒരു വിഗ്രഹത്തിന്റെ തേജസ് അല്ലത്.
വിഗ്രഹത്തിലേക്ക് അങ്ങോട്ട് തേജസ് കിട്ടുമ്പോഴാണ് ആ തേജസ്സിന് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നത്, പകരാൻ സാധിക്കുന്നത്. ഒരു 500 വർഷങ്ങൾക്ക് മുമ്പും ഗുരുവായൂരപ്പനുണ്ടായിരുന്നു. അന്നൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, ശബരിമലയിൽ ഒരു 100 വർഷം 60-70 വർഷം മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആളുകളിലേക്ക് എത്തുന്നു. കാരണം അത്രയും ആളുകൾ ഊർജ്ജസ്വലരായിട്ട് ഉന്മേഷത്തോടുകൂടിയിട്ട് ഭഗവത് നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ശക്തി വിഗ്രഹത്തിലും പിന്നെ ചുറ്റുപാടും ഉണ്ടായേ പറ്റൂ. അത് ആളുകൾ ആകർഷിക്കുന്ന പ്രിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പം നമ്മൾ രാവിലെ തന്നെ എപ്പോൾ എണീക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ച് ഒരു 8 മണിയാകുമ്പോൾ വേണോ വേണ്ടേന്ന് വെച്ചിട്ട് എണീക്കരുത്. രാവിലെ തന്നെ ബ്രഹ്മയാമത്തിലും 2:30 എണീക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ടല്ല, ഊണ് കഴിഞ്ഞിട്ടല്ല, രാവിലെ ഏറ്റവും നല്ല. അതിപ്പം എന്തായാലും പറ്റുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കെങ്കിലും, അതും പറ്റിയില്ലെങ്കിൽ വേണ്ട 4 മണിക്കെങ്കിലും, അതും പറ്റിയില്ലെങ്കിൽ 4:30-ക്കെങ്കിലും, അതും പറ്റിയില്ലെങ്കിൽ 5 മണിക്കെങ്കിലും, അതും പറ്റിയില്ലെങ്കിൽ 5:30-ക്കെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ചാവുന്നത് വരെ തോന്നിയതുപോലെ ജീവിക്കുക. വേറൊന്നും പറയാനില്ല. ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ജീവിക്കാൻ പറയുന്നു. രണ്ടാമത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ധ്യാനം ചെയ്യുന്നു. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്നതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ച് 69-ാമത്തെ അധ്യായത്തിൽ പറയാണ്. നാരദ മഹർഷിക്ക് ഒരിക്കൽ തോന്നി ഭഗവാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. ഒരു ഭാര്യയെ വെച്ചിട്ട് തന്നെ ചിലർ ബുദ്ധിമുട്ടോട് കൊണ്ടു നടക്കാൻ ജീവിതം. അപ്പൊ ഈ 16,008 ഭാര്യമാരെ വെച്ചിട്ട് എങ്ങനെയാ പാവം കൃഷ്ണൻ മാനേജ് ചെയ്യുന്നത്? ഇത് നാരദ മഹർഷിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് തോന്നി. ഒന്ന് പോയി കാണണം ഭഗവാന്റെ ലൈഫ് എന്ന്. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. നേരെ രുക്മിണി ദേവിയുടെ വീട്ടിലെത്തിയപ്പോ ഭഗവാൻ നാരദ മഹർഷിയെ ചെന്ന് സ്വീകരിക്കുകയാണ്. ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്നൊരു മഹർഷി, അവിടുത്തെ സാന്നിധ്യം വളരെ ആശ്ചര്യകരം തന്നെ. കുറെ കാലമായല്ലോ കണ്ടിട്ട്, കയറി വരൂ നാരദ മഹർഷി എന്നൊക്കെ പറഞ്ഞ് കാലുകളൊക്കെ കഴുകിക്കൊണ്ട് ഇരുത്തി. ആ സമയത്ത് ഭഗവാൻ നാരദ മഹർഷി നോക്കുമ്പോണ്ട് ഭഗവാൻ രുക്മിണി ദേവിയായിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, വീട്ടിലെ കാര്യങ്ങൾ, ഗൃഹജീവിതത്തെക്കുറിച്ചൊക്കെ പറയാണ്. നാരദ മഹർഷിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നാരദ മഹർഷിയെ പറഞ്ഞയച്ച് നാരദ മഹർഷി വേഗം സത്യഭാമാദേവിയുടെ വീട്ടിൽ പോയി. അവിടെ എന്താ അവസ്ഥ നോക്കണമല്ലോ. നോക്കുമ്പോണ്ട് കൃഷ്ണൻ അവിടെ സത്യഭാമാദേവിയുമായിട്ട് പൂജയിലെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നാരദ മഹർഷി കണ്ടതും കാണാത്ത ഭാവത്തിൽ, ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. സത്യഭാമാദേവിയോട് പറഞ്ഞു, ദേവി നാരദ മഹർഷി കുറെ ദൂരെ നിന്നൊക്കെ വരികയാണ്, തളർന്നിട്ടുണ്ടാവും, ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിക്കോളുമെന്ന്. അങ്ങനെ നാരദ മഹർഷിക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്ത് നാരദ മഹർഷിയെ പറഞ്ഞയച്ച് അടുത്ത വീട്ടിലേക്ക്, ജാമ്പവതിയുടെ വീട്ടിലേക്ക് നാരദ മഹർഷി പോകുമ്പോൾ ഭഗവാന്റെ ജാമ്പവതിയിട്ട് ആ സമയത്ത് ചൂതുകളിയാണ്. രാവിലെ തന്നെ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 16,008 ഗൃഹത്തിൽ ചെന്നപ്പോ ഒന്നുകിൽ കുട്ടികൾക്ക് പുരാണം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ മറ്റും മന്ത്രിമാരായിട്ട് ചർച്ച ചെയ്യുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന കൃഷ്ണനെ കണ്ടു എന്നാണ്. അതായത് നാരദ മഹർഷി പറയുന്നു, ഇത് ആചരന്തം സദ്ധന്മാൻ പാവനാൻ ഗൃഹമേദിനം തമേവ സർവഗേഹേഷു സന്തമേകം ദദശ. ഞാൻ അലസനായിട്ടിരിക്കുന്ന ഒരു ഭഗവാനെ കണ്ടില്ല എന്നാ പറയുന്നത്. ഭഗവത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അലസനായിട്ടിരിക്കുന്നവനാവരുത്. മരണം വരെ തന്റെ ജീവിതത്തിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു വെച്ചിട്ട് പോകുന്നവനായിരിക്കണം ഭക്തൻ എന്ന് പറയണം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് അവരെനിക്ക് ചെയ്തത്, ഇവരെനിക്ക് ചെയ്തതെന്നൊക്കെ. നമ്മൾ സ്വയം ചോദിക്കുക, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെയൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ അത്ഭുതമായി കണ്ടിട്ടുള്ളത് ബോംബെയിലൊക്കെ ഉള്ള താമസിക്കുന്ന മലയാളികളാണ്. അവിടത്തേക്ക് സ്ത്രീകളാണ് സപ്താഹങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക. പൊതുവെ ആണുങ്ങളെക്കാളും കൂടുതൽ വളരെ ഉണർവോടുകൂടിയിട്ട്, ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്, നെരൂൾ എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് സപ്താഹത്തിന് മുമ്പ് വരുന്നത്. ഒരു 10-20 പെൺകുട്ടി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-30 വയസ്സുള്ള ചെറുപ്പക്കാരികളാണ്. അവരൊക്കെ അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഓരോ ജോലിയിൽ വ്യാപൃതരായവർ. എത്ര ഉണർവോടും ഊർജ്ജസ്വലതയോടും അതുപോലെ ആ ഒരു കമ്മിറ്റ്മെന്റും ആ ഡെഡിക്കേഷൻ അവരുടെയൊക്കെ എത്ര ശക്തമാണ്. അതുകൊണ്ടാണ് ആ ബോംബെയിലൊക്കെ ഇത്രയധികം മലയാളികളുടെ ഐക്യവും സ്നേഹവും ഒക്കെ നിലനിൽക്കുന്നത് പറയണം. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഒത്തിരി കുറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങാൻ ഒത്തിരി മടിയുള്ളവരാണ്. ആരെങ്കിലും ഇറങ്ങട്ടെ, നമ്മളെന്തിന് ഇതിനൊക്കെ നടക്കണം എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിപക്ഷ ആളുകളും. നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇത്തിരി പതുക്കെ കാല് മുന്നോട്ട് വയ്ക്കും. ഒരാളെ ചീത്ത പറയണോ, അതോ ഓട്ടോറിക്ഷക്കാരനെ ചീത്ത പറയണോ,
14 രൂപയെ ഓടിച്ചിട്ടായിട്ടുള്ളൂ. 15 രൂപ അവൻ ചോദിച്ചു. 1 രൂപയ്ക്ക് വേണ്ടി നമ്മൾ നാട്ടുകാരൊക്കെ മുഴുവൻ ചീത്ത വിളിക്കുകയും ചെയ്യും. അതിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തൊരു കാര്യത്തിന് നമ്മൾ ബഹളം വയ്ക്കുന്നു, വേണ്ടതിനൊക്കെ നമ്മൾ ഇത്തിരി ഉത്സാഹം കുറയുന്നുവെങ്കിൽ ആ മനസ്സിനെ നമുക്ക് പരിവർത്തനം ചെയ്യണം. നല്ല കാര്യങ്ങളിലൊക്കെ ഇറങ്ങാൻ മനസ്സിനെ പരിശീലിപ്പിക്കണമെന്ന് പറയാം. ഇപ്രകാരം ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടു കഴിഞ്ഞാൽ തന്നെ മരിക്കുന്നത് വരെ നമ്മളാരും അലസരായിത്തീരില്ല. അതിനുശേഷം പിന്നീട് അടുത്ത ഉപാഖ്യാനമാണ് ഭാഗവതത്തിലെ മറ്റു മനോഹരമായൊരു ഉപാഖ്യാനം, ജരാസന്ധനെ വധിക്കുന്നതും രാജസൂയയാഗം ചെയ്യുന്നതും. ഈ കഥ വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിലും നമ്മളതിനെ സംക്ഷിപ്തമായിട്ട് കാണുന്നു. ഒരിക്കൽ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൽ നാരദമഹർഷി എത്തിച്ചേരുന്നു. നാരദമഹർഷി ധർമ്മപുത്രരോട് പറയുകയാണ്, അവിടുത്തെ അച്ഛന്റെ ഒരു മോഹമായിരുന്നു രാജസൂയയാഗം എന്നുള്ളത്. അതുകൊണ്ട് അവിടുന്ന് അത് പൂർത്തീകരിക്കണം, പിതൃക്കൾക്ക് നന്മ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഉടനെ ധർമ്മപുത്രർ പറഞ്ഞു, നാരദമഹർഷി, എനിക്ക് അതിനുള്ളൊരു യോഗ്യത ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ളൊരു യോഗ്യത ഭഗവാൻ കൃഷ്ണൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഭഗവാൻ നിശ്ചയിക്കാതെ ഞാൻ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. ഭഗവാനോട് ആലോചിച്ചിട്ടേ എന്തും ചെയ്യുള്ളൂ. ഉടനെ നാരദർ പറഞ്ഞു, ഞാൻ ദൂതനായിട്ട് പോവാം കൊട്ടാരത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക്. അങ്ങനെ നാരദർ പോകുന്നു. ദ്വാരകയിലെത്തി ഭഗവാൻ സ്വീകരിക്കുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാനെ, ധർമ്മപുത്രർക്ക് രാജസൂയം ചെയ്യണം, അവിടുന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സഹായം. എത്രയും വേഗം ധർമ്മപുത്രരുടെ കൊട്ടാരത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മറ്റൊരു രാജദൂതൻ അവിടെ എത്തിച്ചേർന്നിട്ട് പറയും, ഭഗവാനെ, ജരാസന്ധൻ എന്ന് പറയുന്ന മഗധയിലെ രാജാവ് ആയിരക്കണക്കിന് രാജാക്കന്മാരെ പിടിച്ച് തന്റെ കൊട്ടാരത്തിൽ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഉത്സവത്തിന് ബലി കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അത്ര പേരൊക്കെ. ആലോചിച്ചു, അദ്ദേഹത്തിന് അതാ മനസ്സിലാക്കിയതെന്ന്. ഉത്സവത്തിന് രാജാക്കന്മാരെ ബലി കൊടുത്താൽ തനിക്ക് ശക്തി കൂടുന്നു. അതിനു വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടുന്ന് വേണം അവരെയൊക്കെ മുക്തരാക്കാൻ. അവിടത്തേക്ക് ഈ കാര്യം അറിയിക്കാൻ ഒരു ദൂതനായിട്ട് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് പാദത്തിൽ വീണപ്പോ ഭഗവാൻ ഇങ്ങനെ തന്റെ മന്ത്രിമാരെയൊക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതിലേതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന്. യാദവന്മാര് 2 പക്ഷമായി നിന്നുകൊണ്ട് പറഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ധർമ്മപുത്രൻ ബന്ധുവാണ്, അവിടെ പോകണമെന്ന്. മറ്റൊരു കൂട്ടർ പറഞ്ഞു, അത് പറ്റില്ല, എന്തായാലും ജരാസന്ധനെ വധിച്ച് അവരെ മുക്തമാക്കണം, കാരണം ദയനീയമായി അവർ വന്ന് അപേക്ഷിച്ചതല്ലേ, ആ കാരുണ്യം നമ്മൾ ചൊരിയേണ്ടതല്ലേ. ഇത് കേട്ടപ്പോ ഭഗവാൻ ഉദ്ധവരുടെ മുഖത്തേക്ക് നോക്കി. ഉദ്ധവർ പറഞ്ഞു, ഭഗവാനെ, എല്ലാം അറിയുന്ന നാഥനാണ് അവിടുന്ന്, ഒന്നും അറിയാത്തവനല്ല. ഒരു പരീക്ഷണാർത്ഥം എന്നോട് ചോദിക്കുകയാണ്, എങ്കിൽ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ആദ്യം ചെയ്യേണ്ടത് ധർമ്മപുത്രന്റെ അടുത്ത് പോകണം, എന്നിട്ട് രാജസൂയ യാഗം ചെയ്യാനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കണം. അങ്ങേക്കറിയാലോ, രാജസൂയ യാഗം ചെയ്യുന്നതിന്റെ ഭാഗമാണ് ദിഗ്വിജയം എന്നത്, ദിക്കുകൾ കീഴടക്കുക എന്നുള്ളത്. അതിന് പുറപ്പെടുമ്പോൾ ജരാസന്ധൻ തോൽവി സമ്മതിക്കില്ല. തീർച്ചയായിട്ടും അതിലൂടെ ജരാസന്ധനെ തോൽപ്പിക്കണം. അതും അങ്ങല്ല കൊല്ലുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജരാസന്ധന്റെ മരണം ഭീമനിലൂടെയാണ്. അതുകൊണ്ട് ഭീമനെയും അർജുനനെയും അവിടുന്നും ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് ജരാസന്ധന്റെ കൊട്ടാരത്തിൽ പോകണം. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണരോട് വലിയ സ്നേഹമാണ് ജരാസന്ധൻ. അപ്പൊ നേരെ അകത്തേക്ക് കയറാം. പിന്നെ ചോദിക്കേണ്ടത് ദ്വന്ദ്വയുദ്ധമാണ്. അയാളായിട്ട് യുദ്ധത്തിനൊന്നും പോകണ്ട, കാരണം കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ട്, യുദ്ധം ചെയ്താൽ തീരില്ല. ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോ ഭഗവാൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉദ്ധവരുടെ ഒരു ബുദ്ധിയെ ഞാൻ നമസ്കരിക്കണമെന്ന്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവരെ, എന്റെ മനസ്സിന്റെ നിശ്ചയം അറിയുന്ന ആളാണല്ലോ അവിടുന്ന് എന്ന്. അങ്ങനെ ഉദ്ധവരെ പുകഴ്ത്തിക്കൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു. ധർമ്മപുത്രന്റെ കൊട്ടാരത്തിലെത്തുന്നു. ധർമ്മപുത്രനെ നമസ്കരിക്കുന്നു, കാരണം ജ്യേഷ്ഠനാണ്. ഭീമനെ നമസ്കരിക്കുന്നു. അർജുനനെ ആലിംഗനം ചെയ്തുകൊണ്ട് നേരെ കുന്തിദേവിയുടെ അടുത്തുപോയി അമ്മയുടെ പാദത്തിൽ വീണ് അങ്ങനെ കുറച്ചു ദിവസം താമസിക്കുമ്പോൾ അവിടെ വെച്ച് ഗാണ്ഡവവനം ദഹിപ്പിച്ച് അർജുനന് ഗാണ്ഡീവം വീണ്ടും കൊടുത്തു. മയനെന്ന് പറയുന്ന അസുര ശില്പിയിലൂടെ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ധർമ്മപുത്രൻ പറയുന്നത്, എന്റെ പിതാവിനൊരു മോഹമുണ്ട് രാജസൂയ യാഗം ചെയ്യണമെന്ന്. എനിക്കുള്ള ആകെയുള്ളൊരു യോഗ്യത അവിടുന്ന് കൂടെയുണ്ട് എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഏതാ ചെയ്യേണ്ടതെന്നറിയില്ല, അവിടുന്ന് അങ്ങോട്ട് നിശ്ചയിക്കണമെന്ന്. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട ധർമ്മപുത്ര, ഭീമനില്ലേ കൂടെ, അർജുനനില്ലേ, അവിടത്തേക്കല്ലാതെ പിന്നെ ആർക്കാ ഇതൊക്കെ സാധിക്കുക? എല്ലാം കൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കൂ, മുന്നോട്ട് നടന്നോളൂ പറഞ്ഞു. അങ്ങനെ ദിഗ്വിജയത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണ്. ഓരോരുത്തരെയും ഓരോ ദിക്കിലേക്ക് പറഞ്ഞയച്ച്, വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും പറഞ്ഞയച്ച് ദിഗ്വിജയം ചെയ്യുമ്പോൾ ജരാസന്ധൻ തോൽവി സമ്മതിക്കില്ല. ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് ഭഗവാനും ഭീമനും
അതുപോലെ അർജുനനും ആദ്യം തന്നെ ജരാസന്ധന്റെ മഗധയിൽ എത്തിച്ചേരും. പുറം മതില് അവർക്ക് നേരെ കടക്കാൻ തോന്നില്ല. ആ ക്ഷത്രിയന്റെ സ്വഭാവം അപ്പോഴേക്കും ഉണർന്നു വന്ന് അത് മതിലെടുത്ത് ചാടും. പിന്നെ ഉള്ളിലുള്ള മതിലുകളൊക്കെ കൊട്ടാരവാതിലൊക്കെ ഉള്ളിൽ ചെന്നിട്ട് ബ്രാഹ്മണരാന്നറിയിപ്പം കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തി. അങ്ങനെ ജരാസന്ധന്റെ മുന്നിലെത്തിയപ്പോ ജരാസന്ധൻ കൈകൂപ്പി നമസ്കരിച്ചു. ബ്രാഹ്മണരാണല്ലോ, ചോദിച്ചു, എന്താവോ നിങ്ങൾക്ക് വേണ്ട വരം എന്ന്. പറഞ്ഞു, രാജൻ, ചോദിക്കുന്ന വരം എന്തായാലും തരുന്നുണ്ടെങ്കിൽ ചോദിക്കാന്ന്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ബ്രാഹ്മണരാണെങ്കിൽ എന്ത് വേണമെങ്കിൽ തരാമെന്ന്. എന്ത് ചോദിച്ചാലും തരും. എന്നെ തല വേണോ അത് തരും, പ്രാണനെ വേണോ അതും തരും. പക്ഷെ കൃഷ്ണന്റെ മുഖത്ത് നോക്കിയപ്പോൾ നല്ല കള്ളലക്ഷണമുണ്ട്. എവിടേക്കോ കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷെ എവിടെയാണ് ഇവൻ, ബ്രാഹ്മണനാണോ? എവിടേക്കോ കാണാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂന്ന്. തരുമെന്നുണ്ടെങ്കിൽ ചോദിക്കാന്ന്. അവസാനം അവർ തരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചോറും വേണ്ട, ദക്ഷിണയും വേണ്ട, ഒന്നും വേണ്ട. യുദ്ധം ദേഹിനോ രാജേന്ദ്ര. യുദ്ധം ചോദിച്ചു. അപ്പൊ ജരാസന്ധന് മനസ്സിലായി ഇവര് ബ്രാഹ്മണരല്ല. കാരണം ബ്രാഹ്മണർക്ക് 3 കാര്യമേ വേണ്ടൂ. ഒന്നുകിൽ ശാപ്പാട്, അല്ലെങ്കിൽ ഒരു വസ്ത്രം, അല്ലെങ്കിൽ ഇത്തിരി ദക്ഷിണ. വേറെ മൂന്നാമത്തെ കാര്യം അവർക്ക് രാജ്യവും പട്ടണവും ഇതൊന്നും വേണ്ടല്ലോ. ക്ഷത്രിയന്മാരല്ലേ യുദ്ധം ചോദിക്കുക, നിങ്ങൾ ആരാ ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഈ ഭീമനെ കണ്ട ബ്രാഹ്മണനാണ് തോന്നുന്നെങ്കിലും ഇവൻ ബ്രാഹ്മണനാണ്. കൈ നോക്കിയാൽ തന്നെ അറിയില്ലേ ബ്രാഹ്മണനല്ല എന്നുള്ളത്. മസിലുകളും തഴമ്പിച്ചിരിക്കുന്ന കൈകളൊക്കെ കാണുമ്പോൾ തന്നെ അസല് ക്ഷത്രിയനല്ലേ ഇവൻ. ഇവന്റെ പേര് വൃഗോദരൻ എന്നാണ്. ഇനി ഇവന്റെ അടുത്ത് നിൽക്കുന്നവനോ ഇവന്റെ സഹോദരൻ അർജുനനാണ്. പിന്നെ നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടാവാതിരിക്കില്ലല്ലോ. 17 വട്ടം മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്തവരാണ്. 18ാമത്തെ വട്ടം അറിയില്ലേ. കൃഷ്ണനാണ് നിൽക്കുന്നതെന്ന് കണ്ടതും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഭീരു, നീയാണോ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഞാൻ അപമാനം ഉണ്ടാക്കില്ല നിന്നോട് യുദ്ധം. മാറി നിൽക്കുന്നവർ മാറ്റി. അർജുനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കൂട്ടാൻ നിനക്ക് എല്ലിന് ഇത്തിരി കുറവുണ്ട്, നീ അത് കൂട്ടാൻ നിൽക്കണ്ട, എന്നോട് യുദ്ധം ചെയ്തിട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞു. ഭീമനോട് പറഞ്ഞു, നീ എനിക്ക് പോന്നവനെന്നല്ല, എന്നാലും നോക്കാൻ നമ്മൾ തമ്മിൽ വന്നില്ലേ, ചോദിച്ച സ്ഥിതിക്ക് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഗതയൊക്കെ സൂക്ഷിക്കുന്ന മുറി കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളൂ, ഇനിയിപ്പോ ഞാൻ തന്നു എന്നുള്ള പരാതിയൊന്നും വേണ്ട. അങ്ങനെ യുദ്ധം തുടങ്ങിയതാണ്. ആ യുദ്ധം 27 ദിവസം നിലനിന്നാണ്. ഓരോ ദിവസവും യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർ കിടന്നുറങ്ങാൻ നേരത്ത് ഭഗവാൻ ചോദിക്കും, എങ്ങനെയുണ്ട് ഭീമേട്ട, യുദ്ധമൊക്കെ നടക്കുന്നില്ലേ, കാര്യമായിട്ട് ഇയാളെയൊക്കെ കൊല്ലാൻ പറ്റില്ലേ എന്ന്. ഇതൊക്കെ പറയുമ്പോൾ ഭീമൻ പറയും, എന്റെ കൃഷ്ണ, അവന്റെ എല്ലുകളൊക്കെ നുറുങ്ങിയിട്ടുണ്ടല്ലോ, നാളെ അവന്റെ പണി തീരുന്നു. എനിക്കിവനൊന്നും ഒന്നുമല്ല കൃഷ്ണ, പുല്ലല്ലേ അവനൊക്കെ, ഒരു തൃണം അത്രയുള്ളൂ. അല്ല, ശരിക്കും അങ്ങനെയാണോ? എന്നെ കളിയാക്കണ്ട കൃഷ്ണ, ഞാൻ അയാളെ നാളേക്ക് ശരിയാക്കും. പിറ്റേ ദിവസമായി. അന്നും രാത്രി യുദ്ധമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ജ്യേഷ്ഠ യുദ്ധമൊക്കെ എന്ന്. അവന്റെ എല്ലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി നട്ടെല്ലിന്റെ ഉള്ളതൊക്കെ ശബ്ദം വരാൻ തുടങ്ങിയിട്ടുണ്ട്, പണി തീരും, 2-3 ദിവസം കൂടി എടുക്കും, ഇത്തിരി ശക്തിയുണ്ട് തോന്നണു. അങ്ങനെ 27 ദിവസം യുദ്ധം നടന്നു. 27ാമത്തെ ദിവസം രാത്രി ഭഗവാൻ ഭീമന്റെ അടുത്ത് ചെന്നപ്പോ പൊട്ടി കരയുണ്ട്. എന്താ ജ്യേഷ്ഠ അങ്ങനെ കരയണത്? പറഞ്ഞു, കയ്യും കാലൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ്, എല്ലുകളൊക്കെ നുറുങ്ങിയിട്ടുണ്ട്. പറഞ്ഞില്ലേ നിങ്ങൾ അയാളുടെ ജരാസന്ധന്റെ എല്ലാം നുറുങ്ങിയതെന്നൊക്കെ കേട്ടുവല്ലോ, അന്ന് എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്കും അങ്ങനെ തോന്നി, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്റെ എല്ലാം നുറുങ്ങിയതെന്നുള്ളത്. എനിക്ക് മുട്ടുയർത്താൻ പറ്റില്ല, നട്ടെല്ല് പൊട്ടിയിരിക്കണു, എന്റെ ഗതയുടെ പണിയും കഴിഞ്ഞിരിക്കണു, നാളെ എന്റെ ശവം കൊണ്ടുപോകേണ്ടി വരും, അതുകൊണ്ട് എന്റെ ശവം കൊണ്ടുപോയിട്ട് ജ്യേഷ്ഠന്റെ രാജസൂയൊക്കെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഭീരുക്കളെപ്പോലെ കരയാതിരിക്കും ജ്യേഷ്ഠ, ക്ഷത്രിയനല്ലേ, നിങ്ങൾക്ക് ഊണും കഴിച്ച് കിടന്നുറങ്ങിയാൽ മതി, തല്ലെനിക്കും എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നാളെ കൊണ്ടൊക്കെ ശരിയാവുന്നു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി മതിലിയാടിപ്പോകുന്നു. ഈ ക്ഷത്രിയന്മാർക്ക് മതിലിയാട്ടം പറഞ്ഞില്ല, നമ്മൾ അങ്ങനെയല്ലേ വന്നതെന്ന്, വന്നതെങ്ങനെയാണെങ്കിൽ പോകുന്നത് അങ്ങനെ പാടൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഉടനെ പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, എന്റെ കാര്യം പോക്കാണെന്ന്. ഭഗവാന് തോന്നി ഇയാളുടെ എല്ലാ അഹന്തയും കെട്ടടങ്ങിയിട്ടുണ്ട്. കാരുണ്യം കൊണ്ട് ആ ശരീരമൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. ഒഴിഞ്ഞതും ഭീമന്റെ സകല വേദനകളും പോയി എന്നാണ്. എവിടുന്ന് ഒരു തേജസ്സും ഓജസ്സും കൂടിയതുപോലെ. എന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തു, ഈ ജരാസന്ധനെ ചമ്മന്തി പോലെ എത്ര അടിച്ചാലും ചാവില്ലത്, അവനെ കൊല്ലാൻ ഒരൊറ്റ മാർഗ്ഗേയുള്ളൂ. അതിന്റെ പിന്നിലുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവന്റെ അച്ഛൻ ജയദ്രഥൻ പണ്ട് 2 ഭാര്യമാരുണ്ടായിരുന്നു. മക്കളില്ലാതെ വന്നപ്പോൾ ഒരു യാഗം ചെയ്യിച്ച് പായസം വരുത്തിയപ്പോൾ ഒരു ഭാര്യയോട് കഴിക്കാൻ പറഞ്ഞതാ. പക്ഷെ ഭാര്യമാരെന്ത് ചെയ്തു, രാമായണം വായിച്ചൊരു സ്പിരിറ്റിൽ പായസം ഭാഗിച്ചു. 2 പേരും പ്രസവിച്ചു പറയാണ്. എങ്ങനെയാ പ്രസവിച്ചത്? ഒരു ഭാര്യ ഒരു കാല് ഒരു കൈ, പകുതി ഉടല് പകുതി തല.
ഒരു ഹാഫ് സാധനത്തെ പ്രസവിച്ചു, മറ്റേ ഭാര്യ മറ്റേ പകുതിയും. ഇവരെന്ത് ചെയ്തു? ഈ സാധനത്തെ വളർത്താൻ പറ്റും, ഒരു കൈ ഒരു കാലുമായിട്ടൊരു കുട്ടി നിൽക്കാനും പറ്റില്ലെങ്കിൽ ഒരു സാധനം ആരാരും അറിയാതെ കാട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. അവിടെ വെച്ച് ഈ മാംസപിണ്ഡത്തെ കഴിക്കാനായിട്ട് ഒരു ജ്വര എന്ന് പറയുന്ന അസുര സ്ത്രീ വരികയാണ്. ഈ തുടുത്ത മാംസപിണ്ഡം കണ്ടപ്പോ അവൾക്ക് ആദ്യം കഴിക്കാനാ തോന്നിയത്. പക്ഷേ അടുത്ത് മറ്റൊരു മാംസപിണ്ഡം കൂടി കണ്ടപ്പോ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോ ആ കുട്ടി കരയാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ഈ കുട്ടിയെയും കൊണ്ട് രാജാവിന്റെ അടുത്ത് നിന്ന് കാഴ്ചവെച്ചപ്പോ രാജാവ് അകത്തുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഒരു കുട്ടിയെ നമുക്ക് കിട്ടിയതിന്റെ അടുത്ത് വളർത്തിക്കൊള്ളൂ, നമ്മുടെ കുട്ടിയോ മരിച്ചുപോയിന്ന്. അവരാ മാംസപിണ്ഡം തിരിച്ചറിഞ്ഞു, ഇത് ഞങ്ങൾ വലിച്ചെറിഞ്ഞതാണ്. അങ്ങനെ രാജാവിനോടുള്ള സത്യം പറഞ്ഞപ്പോൾ ആദ്യ രാജാവിന് കോപം വന്നുവെങ്കിലും രാജാവ് അവളെ സ്മരിക്കുന്ന രീതിയിൽ പേരിട്ടു എന്നാണ്. ജ്വരയാൽ കൂട്ടിവെച്ചവളായതുകൊണ്ട്, സന്ധി ചെയ്തവളായതുകൊണ്ട് ഇവന് ജരാസന്ധൻ എന്ന് പേരിരിക്കട്ടെ എന്ന്. അതുകൊണ്ട് ഭീമജ്യേഷ്ഠ, ഇവനെ കൊല്ലാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഏതൊക്കെ ഭാഗങ്ങളാണോ കൂട്ടിവെച്ചത്, കൂട്ടിച്ചേർത്ത് അതിനെ വേർപിരിക്കണം. നാളെ അവൻ എന്നെ വേർപിരിക്കുമോ? ധൈര്യമായിട്ടിരിക്കുമെന്നേ. നാളെയൊക്കെ നടക്കുന്നു. പിറ്റേ ദിവസം ചെല്ലണു, ഒറ്റയടിക്ക് അവനെ മലർത്തിയിടണു, ഒരു കാല് ചവിട്ടി മറ്റേ കാല് എടുത്ത്. ഭീമന് പിന്നെ അതൊന്നൊരു പ്രശ്നമല്ല, ഒരൊറ്റ വലി ആ കിടക്കുന്നു 2 കഷ്ണമായിട്ട്. ഭാരതത്തിലൊരു പടി കൂടി കടന്നിട്ട് പറയും, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഭീമൻ തിരിഞ്ഞു വെക്കുമ്പോൾ സംഗതി തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഭഗവാൻ ഒരു ഇല കീറിയിട്ട് മലർത്തിയും കവഴ്ത്തിക്കട എന്നുള്ളൊരു കഥ ഉണ്ട്. ഭാഗവതത്തിൽ അത് പറഞ്ഞിട്ടില്ല. ഇപ്രകാരം ജരാസന്ധനെ മുക്തമാക്കിയതിനു ശേഷം ഭഗവാൻ ആ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെ മുക്തമാക്കുന്നു. അവരുടെ ഒരു വരവ് 73-ാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ കാണിച്ചു തരുന്നു. അങ്ങേയറ്റം മലിനമായ വസ്ത്രവും ഗന്ധവുമായിട്ട് രാജാക്കന്മാരെന്ന് പറയുന്ന അവരുടെ ഒരു വരവ്. ശരിക്കും ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കടന്നു കഴിഞ്ഞാൽ വരുന്നൊരു വരവുണ്ടല്ലോ, അത് പിന്നെയും ഭേദമാണ്, അവിടെ നോക്കാനെങ്കിലും ആളുണ്ടാവും. ഇത് ഈ രാജാക്കന്മാരുടെ ഒരു വരവുണ്ട്, മലിനവും മറ്റുമായിട്ടുള്ളൊരു വരവ്. കണ്ടാൽ തന്നെ സങ്കടം തോന്നും. അവർ ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, വിവേകമില്ലാതെ ജീവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ അധപ്പതിച്ചു പോയത്. വെറും രാജ ഐശ്വര്യങ്ങൾ മാത്രം സത്യമാണെന്ന് കരുതി ഈശ്വര ആ ജീവിതത്തിന്റെ പിന്നിൽ മാത്രം ഓടിയിട്ട് ഇന്നിതാ ഒരു മൃഗത്തെപ്പോലെ ആയിത്തീർന്നിരിക്കണോ. നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞതൊക്കെ എത്ര സത്യമാണെന്നുള്ളത്. നിങ്ങൾ ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനെ ആ പൈപ്പിലൂടെ ഇട്ട് വലിക്കുന്നൊരു രംഗം കണ്ടിട്ടുണ്ടാവും. അമേരിക്കൻ സൈന്യങ്ങൾ ലോകം മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ അട്ടഹസിച്ച് അതിലൊക്കെ അഹങ്കരിച്ചിരുന്ന ഒരാളെ സാധാരണ പട്ടാളക്കാരൻ പൈപ്പിലൂടെ ഇട്ട് വലിക്കുമ്പോൾ എന്താണ് അയാളൊക്കെ നേടിയെടുത്തത് നോക്കൂ നിങ്ങൾ. വാസ്തവല്ലേ ഈ പറയുന്നതൊക്കെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതൊന്നും 2-4 ദിനം കൊണ്ടൊരുത്തനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു തമാശ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. മലപ്പുറം ജില്ലയിൽ പൂന്താനം നഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു ഇത് വേണം, റെയിൽവേ സ്റ്റേഷൻ വേണം. അത് കേരളത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള MP അദ്ദേഹം ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞു, അവിടെ ഒരു പൂന്താനം എന്ന് പറഞ്ഞാൽ വളരെ പേരുകേട്ട ഭഗവാന്റെ ഭക്തനാണ്, അവിടെ ഒരു സ്റ്റോപ്പ് വേണം, അവിടെ അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ വളരെ ചരിത്ര സ്മാരക സ്ഥലമായിട്ട് തീരാൻ പോവാണ്, സ്റ്റോപ്പ് അനുവദിക്കണം. അപ്പൊ ചോദിച്ചു, ആരാ, ഹൂ ഈസ് ദറ്റ്? ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇയാൾ കോനയെന്ന് വെച്ചു. അയാൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നെഴുതിയ ആളാണെന്ന്. അപ്പൊ അതിന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പറഞ്ഞു, ഇന്നാ അവിടെ സ്റ്റോപ്പ് വേണ്ടാന്ന്. കാരണം ബീഹാറിലുള്ള സ്ഥാനം ഇയാളുടെ മാളികപ്പുറത്ത് കയറിയ അയാളുടെ മാറാപ്പ് കയറ്റിട്ടായിരിക്കുന്നത്. പറഞ്ഞു, എന്നാ ഇപ്പൊ അവിടെ സ്റ്റോപ്പ് വേണ്ട. അപ്പം അത് എഴുതിയത് കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അത് എഴുതിയില്ലെങ്കിൽ എന്നെ കൊള്ളിച്ചെഴുതിയതാണ്. നോക്കണേ അയാളുടെ മനസ്സ് പോയത്. ഞാൻ ബീഹാർ ഭരിച്ചിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് പോയത് അയാൾ കണ്ടിട്ടാണ് എഴുതിയത്. ഇങ്ങനെയുള്ള ആള്. അപ്പൊ ഇങ്ങനെ ആ രാജാക്കന്മാരുടെ വരവ് കണ്ടപ്പോൾ അത്യന്തം വിഷമം തോന്നി ഭഗവാന്. അവരാ ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനിയുള്ള ആയുസ്സെങ്കിലും ജീവിതമെങ്കിലും തന്ന സമാധിശോപായം ഏനതേ ചരണാബ്ജയോ സ്മൃതിയദാനവിരമേ അഭി സംസരദാമ്യ. ഭഗവാനെ, ഇനിയുള്ള ആയുസ്സെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ പാദസ്മരണത്തിൽ നിന്നും മനസ്സ് മാറി നിൽക്കാതെ ദൃഢമായ ഭക്തി ഉണ്ടായിത്തീരണം. ഞങ്ങൾക്കങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും ഭയങ്ങളെയും പരിഹരിച്ച് ആത്മധൈര്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം.
അവിടുന്ന് കാരുണ്യം ചൊരിയണം, എന്നും പ്രേമപൂർവ്വം അങ്ങയെ സ്മരിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞ് ആ പ്രേമത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവർ പറയുന്നു, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു അവര്. അങ്ങനെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അവന്റെ പുത്രൻ ജയദ്രഥനെ കൊണ്ട് ഭഗവാൻ അവർക്കെല്ലാം വസ്ത്രങ്ങളും മറ്റും കൊടുത്ത് അങ്ങനെ രാജസൂയ യാഗത്തിന് പോകുന്നു. അങ്ങനെ രാജസൂയ യാഗത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അത് മനോഹരമായ ചടങ്ങുകളൊക്കെ നടക്കുന്നു. അവസാനത്തെ ചടങ്ങായ അഗ്നിപൂജയ്ക്ക് ആരെയാണ് പൂജിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യാതൊരു സംശയവുമില്ലാതെ സഹദേവൻ അവിടെ എല്ലാ ആളുകളും നിറഞ്ഞിരിക്കുന്ന സഭയിൽ വെച്ച് ഉച്ചത്തിൽ പറഞ്ഞു, ഈ സഭയിൽ പൂജിതനായിട്ട് നമുക്കൊക്കെ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്ന ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമ്മളൊക്കെ നമ്മളായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഭഗവാനെ ആയിരിക്കണം നമ്മൾ പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ധർമ്മപുത്രർക്ക് വളരെ സന്തോഷമായി. അവിടെ കേട്ടുകൊണ്ടിരുന്ന ഭീഷ്മാചാര്യർക്ക് വളരെ സന്തോഷമായി. എല്ലാവരും ജയ ആരവം മുഴക്കി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്വർണ്ണ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്ന് ആ സിംഹാസനത്തിലിരുത്തിയപ്പോ എല്ലാ പവിത്ര നദികളിൽ നിന്നും കൊണ്ടുവന്ന തീർത്ഥജലം അവരൊരു കലശത്തിലാക്കിയിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഒഴിക്കുകയാണ്. പാണ്ഡവന്മാരും പത്നിയായിരിക്കുന്ന പാഞ്ചാലിയും ചേർന്ന് ഒഴിച്ചപ്പോ അവരെല്ലാം ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ പാഞ്ചാലിയും നമസ്കരിക്കുന്ന സമയത്ത് ആനന്ദാശ്രുക്കളാൽ ആ അന്തരീക്ഷം മുഴുവൻ ഭക്തിയിൽ അങ്ങോട്ട് നിറഞ്ഞു. എല്ലാവരും ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ഒരു അട്ടഹാസം കേൾക്കുന്നത്. ഇത് നിന്ദിക്കലാണ്, ഇത് പരിഹസിക്കലാണ്, അപമാനിക്കലാണ്. എല്ലാവരും നോക്കി ആരാ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? നോക്കുമ്പോൾ ശിശുപാലനാണ്. അവിടെ വെച്ച് അലറിക്കൊണ്ട് പറയാണ്, ഭീഷ്മാചാര്യ, കുട്ടികൾ പറഞ്ഞതിനനുസരിച്ച് താളത്തിന് തുള്ളരുത്. ഈ കൃഷ്ണൻ എന്ത് യോഗ്യതയാണുള്ളത്? കുലമഹിമയുണ്ട് അയാൾക്ക്, പാണ്ഡിത്യമുണ്ട് അയാൾക്ക്, വേദജ്ഞാനമുണ്ടോ അയാൾക്ക്? എന്തെങ്കിലും ഇയാൾക്കുണ്ടോ? ഇയാൾ ആരാണ് പൂജിതനായിട്ടിരിക്കാൻ ഇത്ര യോഗ്യതയായിട്ടുള്ളത്? ഇതെന്താ ഞങ്ങൾ അപമാനിക്കലാണോ? എത്ര ക്ഷത്രിയന്മാരിവിടെ ഇരിക്കുന്നു, അധികാരവും കഴിവും എല്ലാ ശക്തിയുള്ളവർ, പാണ്ഡിത്യമുള്ളവർ, എത്ര ജ്ഞാനികൾ ഇവിടെ ഇരിക്കുന്നു, വേദവ്യാസരില്ല ഇവിടെ, അവരൊക്കെ പൂജിച്ചുകൂടെ? ഈ കൃഷ്ണൻ എന്താ ഇത്രയൊക്കെ യോഗ്യത? എന്നിട്ട് അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഭഗവാനെ കളിയാക്കുന്ന സമയത്ത് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അർജുനൻ അട്ടഹസിച്ചിട്ട് പറഞ്ഞു, എടാ നിർത്ത്, ഇനി നീ നാവ് തുറന്നാൽ, വായ പൊളിച്ചാൽ അമ്പുകൊണ്ട് നീ മറുപടി കേൾക്കുന്നു. ഗാന്ധീവത്തെ എടുത്തുയർത്തി. ഉടനെ തന്നെ ഭീമസേനൻ തന്റെ ഗതയെടുത്തുയർത്തി. ആ സമയത്ത് നാരദ മഹർഷി അവരൊക്കെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുത് കുട്ടികളെ, അരുതരുത്, ആരൊന്നും ചെയ്യേണ്ടാണ്. ആ സമയത്ത് ശിശുപാലൻ അവിടുന്ന് മറ്റൊരു അലർച്ച, അല്ലെങ്കിൽ നീ ആരാടാ നിർത്താൻ എന്നെ? അർജുനനോട് അവിടെ വെച്ച് ബഹളം. ആ സമയത്ത് ഭീഷ്മാചാര്യൻ പറഞ്ഞു, ഈ പട്ടികൾ കുരയ്ക്കുമ്പോ സിംഹം ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല, വിട്ടേക്ക് അർജുനാണ്. അതും കൂടി കേട്ടപ്പോ പിന്നെ ഭീഷ്മാചാര്യന്റെ നേരെയും ശിശുപാലന്റെ എല്ലാ വാക്കുകളും അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അന്തരീക്ഷം മുഴുവൻ ചീത്തവിളിയും, അതിനെതിരെ ആളുകളുടെ ആകെ അസ്വസ്ഥതയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തോന്നി, ഇപ്പൊ യുദ്ധം ചെയ്തവനെ കൊന്നാലെന്താണ്? അപ്പൊ തേരും മറ്റൊക്കെ തയ്യാറാക്കുന്നതിനിടെ ഭഗവാന് തോന്നി, അത് വേണ്ട, അവിടെ ചെന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവന് രണ്ടു പക്ഷമായി തിരിഞ്ഞ് ഇവന്റെ പക്ഷത്തിൽ ആളുകൾ ചേരും. അതുകൊണ്ട് ഈ സഭ കലങ്ങാതെ കേടുവരാതെ ഇത് കൊണ്ടു നടക്കണം. അതുകൊണ്ട് എന്തു വേണം? സഭയ്ക്ക് ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ യാതൊരു വിക്ഷോഭവും ഉണ്ടാവാതെ ഇവനെ കൊല്ലണമെങ്കിൽ തന്റെ സുദർശന ചക്രം കൊണ്ട് വേണമെന്ന് കരുതി സുദർശന ചക്രത്തെ സ്മരിക്കുന്നു. അവന്റെ കഴുത്തിന് നേരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവനെ കൊല്ലുന്ന സമയത്ത് അതിന് മുമ്പൊരു രംഗമുണ്ട്. ഭഗവാൻ ആ തലത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ കണ്ണുകളൊക്കെ ചുവക്കാൻ തുടങ്ങും. ഇത് കണ്ട് ധർമ്മപുത്രർക്ക് പേടിയാവും. ചോദിക്കും നാരദ മഹർഷിയോട്, എന്താ ഒരു ഭാവവ്യത്യാസമൊക്കെ ഞാൻ കാണുന്നു കൃഷ്ണനില്, കുറേ സൂര്യന്മാർ കത്തിജ്വലിച്ചതുപോലെ. പറയാണ്, ഭഗവാന്റെ ഇതൊന്നും, ഭഗവാന്റെ ലീലകളൊന്നും ആർക്കും ഒന്നും മനസ്സിലാവില്ല, ഭഗവാൻ എന്തൊക്കെയാണ് ആടുന്നതെന്ന്. ഏതായാലും കാത്തിരിക്കൂ എന്ന് പറഞ്ഞപ്പോ ആ ശിശുപാലന്റെ കഴുത്ത് വെട്ടുന്നതാണ് അവർ കാണുന്നത്. എല്ലാവരും ശിശുപാലവധത്തിൽ സന്തോഷിച്ചപ്പോ
ഒരു നിമിഷം നോക്കി നിൽക്കെ ശിശുപാല ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഭഗവാന്റെ ശരീരത്തിൽ വന്ന് ചേരുമ്പോഴാണ് നാരദ മഹർഷിയോട് ധർമ്മപുത്രർ പറയുന്നത്, അഹോ അനന്ത കാരുണ്യം. ഇത്രയൊക്കെ കാരുണ്യം ഭഗവാനുണ്ടെന്ന് ഞാൻ കരുതിയില്ല. തന്നെ ഇത്ര പരസ്യമായി അപമാനിച്ചിട്ടും നിന്ദിച്ചിട്ടും ആ ശിശുപാല ശരീരത്തിലുള്ള തേജസ്സിനെ സ്വീകരിക്കാൻ ഭഗവാന് യാതൊരു വിഷമവും ഉണ്ടായില്ല. ഈ തലത്തിലാണ് നാരദ മഹർഷി പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ഏത് വികാരമുണ്ടാവട്ടെ, കാമം, ക്രോധം, ലോഭം, മോഹം, പക്ഷേ കൃഷ്ണനിലുള്ള ഭക്തി കൂടെ ഉണ്ടെങ്കിൽ ആ വികാരങ്ങളൊക്കെ നമ്മളെ ഭക്തിയിലേക്ക് ഉയർത്തിയേ പറ്റുള്ളൂ എന്നാണ്. ഭഗവാൻ പ്രാപ്തി നമ്മൾ നേടുന്നുള്ളതാണ്. ഇവിടെ ശിശുപാലൻ ക്രോധത്തിലൂടെ ഭഗവാനെ സ്മരിച്ചപ്പോ, വിദ്വേഷത്തിലൂടെ സ്മരിച്ചപ്പോ ഭഗവാനിലേക്ക് ഉയരാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ അതിനുശേഷം രാജസൂയൊക്കെ പൂർത്തിയാവുന്നു. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൗരവന്മാര് സഭ കാണാൻ പോകുന്നു. അവിടെ വെച്ച് സ്ഥല ജല വിഭ്രമം ഉണ്ടാവുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദുര്യോധൻ അപമാനിതനായിത്തീരുന്നു. ദുര്യോധൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യണു, ആരെന്നെ അപമാനിച്ചുവോ അവർക്കതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് ദുര്യോധനൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്തപ്പോ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിച്ചു എന്നാണ് ഭാഗവതം പറയുന്നു. മഹാഭാരതം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിനുള്ള വിത്ത് ആ രാജസൂയ യാഗത്തിൽ വെച്ച് പാവി. അതിനുശേഷം പിന്നീട് മഹാഭാരത യുദ്ധവും, അതിനുശേഷം പിന്നീട് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ തന്റെ ശിഷ്യനായിട്ടുള്ള ദുര്യോധനനും അതുപോലെ പാണ്ഡവന്മാരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ താനത് കാണില്ല എന്ന് പറഞ്ഞ് ബലരാമസ്വാമി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു, തീർത്ഥാടനം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് പാണ്ഡവന്മാർ കൗരവന്മാർ യുദ്ധം ചെയ്ത് കൗരവന്മാരെയൊക്കെ കൊന്നൊടുക്കി പാണ്ഡവന്മാർ വിജയം വരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെയൊക്കെ ജീവിതം അവർക്ക് ധന്യമാക്കാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഈ ഭാഗങ്ങളൊക്കെ ഉപസമരിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സ്വാല്വതം തുടങ്ങിയിട്ടുള്ള ദണ്ഡാവക്തനെയൊക്കെ ഭഗവാൻ വധിക്കുന്നു. പിന്നീട് അടുത്ത ഉപാഖ്യാനമാണ് ഭാഗവതത്തിലെ വളരെ മനോഹരമായൊരു ഉപാഖ്യാനമായ സുധാമാചരിതം എന്ന് പറയുന്ന ഭാഗം. അത് വായിച്ചതിന് ശേഷം നോക്കാം. സർവത്ര ഗോവിന്ദനാമ സംഗീത